ഈ ലോകത്ത് അനാഥയായ ലീനയ്ക്ക് മുത്തശ്ശൻ അപ്പു മാത്രമായിരുന്നു ഏക തണൽ. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട ആ കുഞ്ഞിനു വേണ്ടി ആ മുത്തശ്ശൻ ജീവിച്ചു. ലീനയുടെ സ്കൂൾ ഫീസ് അതായിരുന്നു അപ്പുവിന്റെ ഏക വാത്സല്യം. കഷ്ടപ്പെട്ട് സ്വരുകൂട്ടിയ പണം അദ്ദേഹം നിധിയായി സൂക്ഷിച്ചു. എന്നാൽ അവരുടെ കുടിലിന്റെ മേൽക്കൂര ദ്രവിച്ച് ഏതു നിമിഷവും തകരാനുള്ള നിലയിലായിരുന്നു. മുത്തശ്ശ, നമുക്ക് ഈ പണം മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കാമോ എന്ന് ലീന ചോദിച്ചു. പാടില്ല മോളെ, നിനക്ക് ഞാനേ ഉള്ളൂ, നിന്റെ ഭാവി മുടങ്ങലത് എന്ന് പറഞ്ഞ് തന്റെ ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം കാത്തിരുന്നു. ഫീസ് കൊടുക്കേണ്ട ആ രാത്രി പേമാരി ആഞ്ഞു വീശി, ഇടിമുഴങ്ങി. പെട്ടെന്ന് ശക്തമായ തകർച്ചയുടെ ശബ്ദം. അപ്പു കിടന്ന ഭാഗത്തെ മേൽക്കൂര നിലം പൊത്തി. മുത്തശ്ശ, അവൾ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ഓടി. ഇനി താൻ ഈ ലോകത്ത് പൂർണ്ണമായും ഒറ്റയ്ക്കാകുമോ എന്ന ഭയത്താൽ ആ അനാഥ ബാലിക ഹൃദയം നുറുങ്ങിക്കരഞ്ഞുപോയി. നാട്ടുകാർ നിമിഷങ്ങൾക്കകം ഓടിയെത്തി. എല്ലാവരും ആ അനാഥ കുഞ്ഞിന്റെ ദുരന്തമോർത്ത് കണ്ണീർ വാർത്തു. പക്ഷേ ഒരത്ഭുതം. തകർന്ന ഭാരം മുഴുവൻ താങ്ങി അപ്പു പണം സൂക്ഷിച്ച ആ പഴയ മരം പെട്ടി. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അപ്പുവിന് ജീവനുണ്ടായിരുന്നു. ലീനയുടെ കാശ്, അത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ ആ മുത്തശ്ശൻ ദുർബലമായി ചിരിച്ചു. ആ മുത്തശ്ശന്റെ നിസ്വാർത്ഥ സ്നേഹം കണ്ട് ഗ്രാമം സ്തംഭിച്ചുപോയി. അവർ ലീനയുടെ ഫീസ് അടച്ചു. ഒറ്റ രാത്രി കൊണ്ട് ആ കുടിൽ പുതിയ മേൽക്കൂരയോടെ ഉയർന്നു. ലീനയുടെ കണ്ണീർ സന്തോഷമായി മാറി. മുത്തശ്ശന്റെ ത്യാഗം ഒരു ഗ്രാമത്തിന്റെ കരുണയായി വളർന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഒറ്റപ്പെട്ടു പോയവർക്ക് നാം നൽകുന്ന ഈ സ്നേഹവും കരുതലുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.